ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു കോപ്പി ക്യാറ്റ് ആണ് എന്നുള്ളതാണ്. അനു മലിക് സാർ, ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ എന്നോട് പറഞ്ഞത് അദ്ദേഹം എപ്പോഴെങ്കിലും മ്യൂസിക് സംബന്ധമായിട്ടുള്ള ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ താങ്കളായിരിക്കും ഹീറോ, അതുപോലെ ആ സിനിമയുടെ പേര് മോഷണം നമ്പർ 1 എന്നായിരിക്കും. ആ പ്രൊഡ്യൂസർ ആരാണെങ്കിൽ പോലും ദേവി തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ ഈ മോഷണത്തിനെ കുറിച്ച് പറയുന്നു. എനിക്ക് ആരുടെ രഹസ്യം പുറത്തു പറയാൻ ആഗ്രഹമില്ല, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കാൻ അത്ര കൊള്ളൂല. എൻ്റെ എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്, എൻ്റെ ഗുരുനാഥൻ ജയകൃഷ്ണൻ അദ്ദേഹം കാരണം എനിക്ക് അന്നു മലിക് എന്ന പേര് കിട്ടിയേ. അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും ഞാനത് പറഞ്ഞു തന്നേക്കാം. സൂപ്പർ ഹിറ്റ് പാട്ടത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനത് പാടി കാണിച്ചു തരാം. മറ്റൊരു സ്റ്റൈലിൽ പാടാം. कौन है जो सपनों में आया, कौन है जो दिल में समाया, लो झुक गया आसमां भी इश्क नया रंग लाया. അതിന്റെ അടുത്ത വരി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓ പ്രിയ, ഈ വരിയായിരിക്കും. ആക്ച്വൽ ലൈൻ എന്താന്ന് വെച്ചാൽ മാർഗരീറ്റ. ഇത് എൽവി പ്രസ്ലി പറഞ്ഞത്. അദ്ദേഹമാണ് ഈ പാട്ട് പാടിയതും. ഇറ്റ് ഡസന്റ് മീൻ അദ്ദേഹം ഇത് മോഷ്ടിച്ചെന്നുള്ളത്. അദ്ദേഹം നല്ല ട്യൂൺ എടുത്തു, അത് അഡാപ്റ്റ് ചെയ്തു, എന്നിട്ട് അത് പാടി. जिंदगी के हर एक मोड़ पे मैं. അദ്ദേഹം സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കിയെടുത്തു. ഇങ്ങനെയാ പാട്ട് വന്നത്. പിന്നെ എന്റെ മറ്റൊരു ഗുരു ഉണ്ട്, മിസ്റ്റർ R.D. വർമ്മൻ. അദ്ദേഹം മ്യൂസിക്കിന്റെ രാജാവാന്ന് പറയാം. അദ്ദേഹം എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, चुरा लिया है तुमने जो दिल को, नजर नहीं चुराना सनम, बदल के मेरी तुम जिंदगानी, कहीं बदल ना जाना सनम. ആ പാട്ട് എവിടുന്നുള്ള സോഴ്സ്? അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ, If it's Tuesday, this must be Belgium. Now, my question is, എന്റെ പിന്നാലെ മാത്രമായിരിക്കും മീഡിയ വരുന്നത്. കോപ്പി കാറ്റ് എന്ന് പറയുന്നു, കള്ളൻ നമ്പർ 1 എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ അവർ പറയുന്നു. അപ്പൊ പല പാട്ട് ഇങ്ങനെ കട്ടെടുത്ത് അഡാപ്റ്റ് ചെയ്ത് ഒരു പാട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു. R.D. വർമ്മൻ വാസ് എ ജീനിയസ്. R.D. വർമ്മൻ സാർ വലിയ ആളാണ്, ശങ്കർജി സാറും വലിയ ആളാണ്. അതുപോലെ അന്നു മാലിക് എന്തെങ്കിലും ഒരു അഡാപ്റ്റ് ചെയ്തെടുത്താൽ അദ്ദേഹം വലിയ ആളാവത്തില്ലേ? മലിക് സാർ, മറ്റൊരു ഡയറക്ടറും ഉണ്ട്. സാർ ഒരു മിനിറ്റ്, എനിക്കൊരു ഫ്ലോർ ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഇദ്ദേഹം നമ്മുടെ ശങ്കർ ജയകൃഷ്ണൻ സാർ, മ്യൂസിക്കിന്റെ ഒക്കെ ഗുരു. ചേഞ്ച്ഡ് R.D. ബർമൻ ഒരു ചെറിയ ലൈൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ട് കമ്പോസ് ചെയ്തു. അതിനെന്ന് പറഞ്ഞാൽ അദ്ദേഹം കള്ളനെന്നല്ല അർത്ഥം. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഹി അഡോപ്റ്റഡ് 7 ലോഡഡ് മേഡ് ഇറ്റ്. ജനങ്ങൾ എല്ലാവരും അത് ആഗ്രഹിച്ചു. റീസെന്റ് ഒരു സിനിമ വന്നിരുന്നു. മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ആവശ്യമില്ലാത്ത കാര്യമാണ് എനിക്ക്. പക്ഷേ ഒരു ജേർണലിസ്റ്റ് ഹി ഗോട്ട് മൈ അറ്റൻഷൻ. ഒന്ന് റിവീൽ ചെയ്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ദിസ് സോങ് ഇസ് എ വെരി വെൽ അഡോപ്റ്റഡ് സോങ് എന്ന്. അതായത് ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് മോഷണമായിരിക്കും, പക്ഷെ അദ്ദേഹം എടുത്ത് അത് അഡോപ്ഷനും. വൈ ദിസ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ട്? ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ലെറ്റ് മീ സിംഗ് ദിസ് സോങ്. You are the theme for my dream, da 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 da. ഇതൊരു വണ്ടർഫുൾ സോങ് ആണ്. ഈ പാട്ട് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ റിവ്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾ വെരി വെൽ അഡോപ്റ്റഡ്. എന്തുകൊണ്ട് സർ? ഞാൻ ചെയ്ത മോഷണം, അവർ ചെയ്ത അത് അഡോപ്ഷൻ ആണോ? എന്തിനാണ് ഈ വ്യത്യസ്തത? എന്റെ ജോലിയെ കുറിച്ച് അവർക്ക് എന്തറിയാം? ഹോക്സ് നോക്കൂ, ഫുലാൽ നോക്കൂ, ഫിസ നോക്കൂ, അശോക നോക്കൂ, ബോർഡർ നോക്കൂ, റെഫ്യൂജീസ് നോക്കൂ, LOC കാർഗിൽ നോക്കൂ. ഈ സിനിമക്ക് എന്തുകൊണ്ട് ആർക്കും ഓർമ്മയില്ലാത്ത? പക്ഷേ അനു മാലിക്കിന്റെ മേത്ത് മാത്രം നിങ്ങൾ മോഷണമാണെന്ന് പറയും. ആ സാരമില്ല, അവൻ അച്ചീവർ, എല്ലാവരും കൈയടിക്കേ. താങ്കൾ ശങ്കർ ജയകൃഷ്ണന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, R.D. ബർമന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ താങ്കൾക്ക് താങ്കളുടെ പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. സർ, എന്റെ പാട്ടും വരുന്നുണ്ട്. അതിൽ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കണം. മർഡർ എന്നുള്ള ഫിലിമിൽ മല്ലിക ഷെറാവത്തിനെ നമ്മൾ ആ സീനിൽ കണ്ടു. ബീഗെ ഹോട്ട് ദരെ. ഈ പാട്ട് പാകിസ്ഥാനി സിംഗറായ നസാം ഷറാഫ് അവര് പാടിയ പാട്ടാണ്. മേനു തെരെ നാൾ. ഇത് പൂർണ്ണമായിട്ടും കോപ്പി. പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് പാടാൻ സാധിക്കത്തില്ല, പക്ഷേ ഞാൻ പാടാം. भीगे होठ तेरे. ഈ പാട്ടാണ്. വേണ്ട, മ്യൂസിക് വേണ്ട കേട്ടോ. ഈ പാട്ട് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, അതായത് കേട്ടോളൂ, മുകേഷ് ഭട്ട്. പിന്നെ മഹേഷ് ഭട്ട് സാറിനെ ഞാൻ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞാൻ വളരെ കടമപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ ലൈഫിൽ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ അവർക്ക് അത്രത്തോളം കടമപ്പെട്ടിട്ടുണ്ട്. ആ സിനിമയിലെ പാട്ടാണിത്. ഫോർ എക്സാമ്പിൾ, दिल को 1000 बार रोका रोका रोका. ഇതാണ് അനു മാലിക്കിന്റെ പാട്ട്. അത് വിട്ടിട്ട് നിങ്ങൾ ബിഹാലെ പാട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് ആ പാട്ട് കൊണ്ടുവന്ന് തന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അനു, ഇത് ഔട്ട്സോഴ്സ്ഡ് സോങ്സ് ആണ്.
ഇത് സൂപ്പർ ഹിറ്റ് സോങ് ആണ്. ഇത് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് മോഡിഫൈ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഒറിജിനൽ പാട്ടിന് ഈ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. മുകേഷ് ഭട്ടിന് വേണ്ടി, മഹേഷ് ഭട്ടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവരോട് ഞാൻ നോ പറയത്തില്ല. പിന്നെ ജനങ്ങളോട് ഞാൻ പറയാം, കാരണം അവരാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ട് അവരാണുള്ളത്. ഒരുപക്ഷെ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതിന് കാരണം ഡയറക്ടർ, ഏതെങ്കിലും ഒരു ഓഡിയോ കമ്പനി അവരെന്തെങ്കിലും ഒരു ഫേവർ ചോദിക്കും. അപ്പൊ അതിനേറ്റ പോലെ ഞാൻ ചെയ്തേ പറ്റൂ. അതാണ് സത്യവും. ഒരിക്കലും ഇല്ല, ബട്ട് സാർ മോഷ്ടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഗുഡ് സോങ്. മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ മറ്റൊരു ഉദാഹരണം താങ്കൾക്ക് പറയാം. അമീർ ഖാന്റെ സിനിമയാണ് അകേലെ ഹം അകേലെ തും. അതിലെ പാട്ട് ഓ ഐ ലവ് യു ഡാഡി. ഒറിജിനലായിട്ട് ജിം റീൽസ് പാടിയ പാട്ടാണത്. ബഡ് യു ലവ് മീ ഡാഡി. പാടൂ, ആർക്കൊക്കെ ആ പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ പാടൂ, ധാരാളമായിട്ട് പാടൂ. പിന്നെ സാർ ആ ട്യൂണിനെ കുറിച്ച് പറയണമെങ്കിൽ അതിന് ഞങ്ങൾ ലിറിക്സ് ആണ് എടുത്തത്, അല്ലാണ്ട് ആ മ്യൂസിക് അല്ല. എന്റെ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ തൂ മേരാ ദിൽ തൂ മേരി ജാൻ ഓ ഐ ലവ് യു ഡാഡി തൂ മാസൂം തൂ നാദാ ബട്ട് ഐ ലവ് യു ഡാഡി. ഇത് ഇംഗ്ലീഷ് വേർഡ്, ബട്ട് ഐ ലവ് യു ഡാഡി, ഐ ലവ് യു. ഇങ്ങനെ അവർ മാത്രം പറയണമെന്ന് ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ, പിന്നെന്താ? ഈ ലിസ്റ്റ് വളരെ വലുതാണ് സർ. ഖാലിദ് മുഹമ്മദിന്റെ ഫിലിം ഫിസ, ആജാ മഹിയ. അത് വലിയൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പക്ഷേ ബ്രിട്ടനിലുള്ള ബലി ജഗ്ബാൾ പറഞ്ഞത് ഈ കോമ്പോസിഷൻ അദ്ദേഹത്തിൻ്റെതാണെന്നാണ്. പിന്നെ മൻസൂറിന്റെ പാട്ട് ആജാ സോണിയ, അത് അദ്ദേഹത്തിന്റെ കാർബൺ കോപ്പിയാണ്. ബല്ലി സാറിന് നമസ്കാരം. സാജിയ സാറ് വലിയൊരു കലാകാരനാണ്, അദ്ദേഹത്തിന് ഞാൻ പറയുവാണ്, നന്ദി പറയുവാണ് ഞാൻ. അതിന്റെ അടുത്ത് തന്നെ നിങ്ങൾ എന്റെ പാട്ടും കൂടെ ഒന്ന് പ്ലേ ചെയ്യണം. അപ്പൊ അറിയാൻ പറ്റും അവർ ചെയ്തത് എത്രയും വലിയ തെറ്റാണ്. ആജാ മാഹിയ ആജാ സോണിയെ 1000 പ്രാവശ്യം ജനങ്ങൾ പാടിയിട്ടുണ്ട്, 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ സോണിയെന്ന്. അപ്പൊ അവരത് എന്റെ പാട്ടി പറയുമ്പോ എന്താണ് തെറ്റ്? എന്റെ പാട്ട് എങ്ങനെ സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ तेरे हाथों में आ सजदा करूं मैं तेरे हाथों में ओ सुबह की मेहंदी छलक रही है आजा आजा माहिया ओ आजा माहिया ओ आजा माहिया. പിന്നെതാ ഇങ്ങനെയാണ് ഇത് എപ്പോഴാ പാടിയെന്ന് വെച്ചാൽ 20 വയസ്സുള്ളപ്പോ. ഈ പാട്ട് ഇപ്പോഴാണ് വന്നത്. സോണിമേ വാലയിൽ ഞാൻ എപ്പോഴോ കൊടുത്തതാണിത്. അല്ല, എന്റെ പ്രായങ്ങൾ നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്യേ. ഇപ്പൊ നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ 20 വയസ്സിൽ തന്നെ ഇത് കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്യണം. മറ്റൊരു ഉദാഹരണം എന്റെ പക്കലുണ്ട്. അടുത്തത് വന്നു ഇപ്പോ. ഇനി ഇതിപ്പോ ഒന്നും തീരത്തില്ല. വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. മാധുരി ദീക്ഷിത് അഭിനയിച്ച സിനിമയെ യാരാനാം, അതിൽ താങ്കളാണ് മ്യൂസിക് ഡയറക്ടർ. മേരാ പിയ ഖറായ. അതെ സർ. നുസ്രത്ത് ഫത്തേ അലി ഖാന്റെ പാട്ടാണ്, സൂപ്പർ ഹിറ്റാണ്. അതിലെ വരികളാണ് മേരെ പിയ ഖറായ ഓ ലാൽദി. താങ്കൾ ലാൽദിക്ക് പകരം റാംജി എന്ന് വെച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. സാർ, ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ന്യൂസ് ഫത്തേ അലി ഖാന് നമസ്കാരം. അപ്പോ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ ദൈവം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, അത് ഞാനിപ്പോൾ പറയാം. ഞാൻ ന്യൂസ് ഫത്തേ സാറിനെ കണ്ടതായിരുന്നു, എന്റെ പ്രൊഡ്യൂസർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ഈ പാട്ട് ഞാൻ ഇട്ട് കാണിച്ചതാണ്. പിന്നെ ആ ഫുൾ അത് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പിന്നെ ആ പാട്ടിന് ഒരു ലൈൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഫുൾ ലൈൻ നിങ്ങൾ ചേഞ്ച് ചെയ്തെന്ന്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മ്യൂസിക്, ഇൻട്രൊഡക്ഷൻ മ്യൂസിക്, സെക്കൻഡ് മ്യൂസിക്, തേർഡ് മ്യൂസിക്, അദ്ദേഹം എല്ലാം അതിലുള്ളത് ഞങ്ങൾ മാറ്റി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാ, നമ്മുടെ SJ സർ അല്ലെങ്കിൽ പഞ്ചം ദാസ് സർ, പിന്നെ ഇവിടെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇൻഡോനേഷ്യൻ മ്യൂസിക് എടുത്തു നോക്കാം, അല്ലെങ്കിൽ കാരോനേഷ്യൻ മ്യൂസിക് ആൽബംസ് നമുക്ക് എടുത്തു നോക്കാം. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ അവരെടുക്കും. ഒന്നുകിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും, കാരണം ഏതെങ്കിലും ഒരു സ്റ്റാർസ് അവരുടെ അടുത്ത് പറഞ്ഞു കാണുന്നത്, ഒന്നുകിൽ സ്റ്റാർസോ അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് അങ്ങനെ ക്രിയേറ്റ് ആയത്. പക്ഷേ ദ ബോട്ടം ലൈൻ ഇസ് no one want to pressure it, and the bottom line is no one want to copy. Bottom line is you want to make it like a JB Datta. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലൈൻ പറയാം. നിങ്ങളിപ്പോൾ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ബോർഡറിന്റെ പാട്ടൊന്ന് കേട്ടു നോക്കിയേ, എങ്ങനെയുള്ള ഒരു പാട്ടാ. എവറി സോങ് ഇസ് ഒറിജിനൽ. കാരണം JB Datta എന്നെ വിശ്വസിച്ചു, എന്നെ കൊണ്ട് പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എനിക്ക് ഫിലിം ഫെയർ അല്ല, ആക്ച്വലി എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ആ പാട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലപോലെ ഹിറ്റായതാ. നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം അശോക പാട്ടൊന്ന് എടുത്തു നോക്ക്. പിന്നെ നിങ്ങൾ അക്സ് നോക്കണം, എല്ലാം ഒറിജിനലാ. ദ റീസൺ ഈസ് വെൻ യു ഹാവ് എ മേക്കർ ലൈക്ക് രാകേഷ് നെഹ്റ, JP ദത്ത, മൻസൂർ ഖാൻ. പിന്നെ ഞാൻ മറ്റൊരു സിനിമയും ചെയ്തു, ഫറാ ഖാൻ. സിനിമയുടെ പേര് മേഹുന. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ആക്ച്വലി ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത്. അതിൽ ഒരു പാട്ടിന് പോലും നിങ്ങൾക്ക് സോഴ്സ് കിട്ടത്തില്ല. എന്തുകൊണ്ട്? കാരണം അവരെന്നെ വിശ്വസിച്ചു. അന്ന് CD ഒന്നും ഇല്ല. അവരങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല. അവരെന്നെ നല്ലപോലെ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ ചെയ്തു. ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിച്ചത്. ആരെങ്കിലും സോഴ്സ് എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾക്ക് ചെയ്യേണ്ട വേറെ വഴിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെയാണ്. അതൊന്നും ഞങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. അവർ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ വിശ്വസിച്ചു വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്ത സോങ്സ് ജനങ്ങൾ അംഗീകരിച്ചു, അത് ഹിറ്റായി. അതുകൊണ്ട് clap for that. താങ്കളുടെ ഷോ ഒക്കെ കണ്ടതിന് ശേഷം എനിക്കും വിശ്വാസം വന്നു താങ്കൾ ധാരാളം ഒറിജിനലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്.
പക്ഷേ താങ്കൾ അഡോപ്റ്റ് ചെയ്ത പാട്ടുകളെക്കുറിച്ചാണ് ധാരാളം ചർച്ചകൾ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സർ, യു ആർ റൈറ്റ്. 10,000 പാട്ടില് ഒരു പക്ഷേ ഞാനൊരു 5 പാട്ട് അഡാപ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. 9,000 ഒറിജിനൽ പാട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഇതായിരിക്കും അപ്പം എൻ്റെ ജാതകം. ജനങ്ങൾ ക്ലാപ്പ് ചെയ്തതിന് ശേഷം തീർച്ചയായും താങ്കളുടെ പോയിന്റ് ഗ്രാൻഡ് ചെയ്തേ മതിയാകൂ. താങ്കൾ കോപ്പി കാറ്റ് അല്ലെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തോണ്ടിരുന്നത്. വേറെ ആരുടെയും പേര് ഹെഡ്ലൈൻസിൽ ഇത്രയധികം തവണ വന്നിട്ടില്ല. നിങ്ങൾ മാത്രമാണ് മീഡിയ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മ്യൂസിക് മോഷ്ടിക്കുന്നു എന്നും പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? മീഡിയ എന്തുകൊണ്ടാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണം ആപ്കി അദാലത്തിൽ ഈ രജിത് സാറിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആപ്കി അദാലത്തിലോട്ട് വന്നതിന് തന്നെ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. രജിത് സാർ പറഞ്ഞു കഴിഞ്ഞ് എനിക്കെതിരെ ഒരു കുറ്റാരോപണവും ഇല്ലെന്ന്. അപ്പൊ അവസാനം ഈ കുറ്റാരോപണവും നീങ്ങിയിട്ടുണ്ട്. യു ആർ നോട്ട് എ കോപ്പി കാറ്റ്, യു ആർ ഒറിജിനൽ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു. വളരെ സ്ട്രിക്റ്റ് ആയ ഓഫീസർ, അദ്ദേഹം പറയാമെങ്കിൽ അപ്പൊ നിങ്ങൾക്കും പറയാമല്ലോ.